ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ഗുരുവായൂർ ദേവസ്വത്തിനെതിരെ സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ സത്യവാങ്മൂലം. ക്ഷേത്രത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ വൻ ക്രമക്കേടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഓരോ ദിവസവും പിരിച്ചെടുക്കുന്ന തുക ജീവനക്കാർ കൃത്യമായി ബാങ്കിലേക്ക് അയച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിൽ വീഴ്ചയുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. വിഷയത്തിൽ ഹൈക്കോടതി ദേവസ്വത്തിന്റെ വിശദീകരണം തേടി. വിവരങ്ങളുമായി അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, എന്തെല്ലാമാണ് ഇവർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത്? അതിരം സ്വർണ്ണ ലോക്കറ്റുകളുടെയും ചെയിനുകളുടെയും വിൽപ്പനയിൽ നിന്ന് കഴിഞ്ഞ 3 വർഷത്തിനിടെ ഏകദേശം 27 ലക്ഷം രൂപയുടെ കുറവ് ഉണ്ടായതായാണ് ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ഒപ്പം തന്നെ ക്ഷേത്രത്തിനകത്തും പുറത്തും CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏകദേശം 90 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായും ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സ്വർണ്ണ വെള്ളി ലോക്കറ്റുകളുടെ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ 2 അക്കൗണ്ടുകളിലാണ് ഈ ബാങ്കുകളുടെ 2 അക്കൗണ്ടുകളിലാണ് നിക്ഷേപിക്കുന്നത്. പക്ഷേ 2019 മുതൽ 22 വരെ കാലയളവിൽ ബാങ്ക് ജീവനക്കാർ ഈ ക്ഷേത്രത്തിൽ നിന്ന് പണം ശേഖരിച്ച് അത് ബാങ്കിൽ അടച്ച തുക ക്രെഡിറ്റ് ലിസ്റ്റിൽ കാണിച്ചിരിക്കുന്ന തുകക്ക് തുല്യമെന്നുള്ള അതിഗുരുതരമായ കണ്ടെത്തലുണ്ട്. അതായത് യഥാക്രമം 3 വർഷങ്ങളിലും നിരവധി ലക്ഷം രൂപയുടെ കുറവ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നതിന് ക്ഷേത്ര സൂപ്രണ്ട്, മാനേജർ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്നിവർക്ക് ഇത് പരിശോധിക്കുന്നതിൽ കൃത്യമായി തന്നെ വീഴ്ചയുണ്ട് എന്നും ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ഓഡിറ്റ് സംഘത്തിന് കൃത്യസമയത്ത് നൽകാത്തതിനാൽ ക്രമക്കേട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും ഈ സത്യവാങ്മൂലത്തിലുണ്ട്. എന്തായാലും വിശദമായി ഈ വിഷയം അടുത്ത 21-ന് ദേവസ്വം ബെഞ്ച് വീണ്ടും പരിശോധിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഒരു വിശദീകരണം നൽകാൻ, അഫിഡവിറ്റ് നൽകാൻ ഗുരുവായൂർ ദേവസ്വത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ശരി, വിവരങ്ങൾ നൽകിയത് അഹമ്മദ് മുസ്തഫയായിരുന്നു.